കുടിയേറ്റത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ബ്രിട്ടൻ. കെയർ വിസയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ലണ്ടനിൽ നിന്നും ഷൈമോൻ തോട്ടുങ്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. മലയാളികളടക്കം ഏറെ ആശ്രയിക്കുന്ന കെയർ വിസ ഉൾപ്പെടെ കുടിയേറ്റത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയുമായി ബ്രിട്ടീഷ് സർക്കാർ ഇന്ന് പാർലമെന്റിൽ കൊണ്ടുവന്ന ധവളപത്രത്തിലാണ് പുതിയ പരിഷ്കാരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. 2020 മുതൽ വിദേശ റിക്രൂട്ട്മെന്റിലെ വൻ വർധനവ് കാരണം രാജ്യത്തേക്കുള്ള കുടിയേറ്റം 4 ഇരട്ടിയായി വർദ്ധിച്ചതിനെ തുടർന്നാണ് സർക്കാർ നിയന്ത്രണത്തിന് ഒരുങ്ങുന്നത്. അനിയന്ത്രിത കുടിയേറ്റത്തിന് കടിഞ്ഞാടിടുമെന്ന ലേബർ പാർട്ടിയുടെ വാഗ്ദാനം നിറവേറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പരിജ്ഞാനം കർശനമാക്കുമെന്നും 2028 വരെ പുതിയ സോഷ്യൽ കെയർ വിസ അനുവദിക്കേണ്ടതില്ലെന്നുമാണ് തീരുമാനം. നിലവിലുള്ളവരെ ഉപാധികളോടെ തുടരാൻ അനുവദിക്കും. മലയാളികൾ അടക്കമുള്ളവർക്ക് ഇത് കടുത്ത തിരിച്ചടിയാകുമെന്ന് കരുതുന്നു. അടുത്തിടെ കെയർ വിസയിൽ UK എത്തിയവരുടെ എണ്ണം കുത്തനെ കൂടിയിരുന്നു. പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കുന്നതിനുള്ള കാലാവധി 10 വർഷമായി വർദ്ധിപ്പിച്ചു. നിലവിൽ ഇത് 5 വർഷമായിരുന്നു. നിലവിൽ UK ഇത് എത്ര കണ്ട് ബാധിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. UK വരുന്ന കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി സ്കിൽഡ് വിസ പരിധി ഗ്രാജുവേറ്റ് ലെവലായി ഉയർത്തുന്നതാണ് പ്രധാന മാറ്റം. ഈ വിസ ലഭിക്കണമെങ്കിൽ നിർദ്ദിഷ്ട ശമ്പളവും നിശ്ചയിക്കും. അതുപോലെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് പുതുക്കും. തൊഴിലുടമകൾ ഒഴിവുകൾ നികത്താൻ കുടിയേറ്റത്തിലേക്ക് തിരിയുന്നതിന് പകരം പ്രാദേശിക തലത്തിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിനുള്ള ദേശീയ സമീപനം ഉറപ്പാക്കുവാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക, ബ്രിട്ടന്റെ അതിർത്തികളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. താരതമ്യേന കുറഞ്ഞ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുവാൻ നടപടി സ്വീകരിക്കുമ്പോഴും IT മേഖലയിൽ നിന്ന് അടക്കമുള്ള പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്ക് മുന്നിൽ വാതിൽ തുറന്നിടുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ പരസ്യമായി സ്വീകരിക്കുന്ന റിഫോം പാർട്ടി ശക്തമാകുന്നതാണ് പരമ്പരാഗതമായി കുടിയേറ്റത്തിന് അനുകൂലമായ ലേബർ പാർട്ടിയെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് കരുതുന്നത്. ലണ്ടനിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനു വേണ്ടി ഷൈമോൻ തോട്ടുങ്കൽ.